ക്രീമാ എടുത്തിടുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. എത്ര എണ്ണം ആയി ഷീജ ഇത് നോക്കിയാണ്. അല്ല എത്രാമത്തെ ക്രീമാണോ എന്തോ ഈ ഷീജ എടുത്തിരുന്നത്. ഓരോരോ ക്രീമുകൾ മാറി മാറി ഇടുകയാണ്. ഇതെന്തോ എനിക്കില്ല വണ്ടി വർഷാപ്പിൽ കൊടുത്താൽ ഓർമ്മ വരുന്നത്. അതിനകത്ത് പുട്ടിയിടുന്നാണെങ്കിൽ ആദ്യമേ ആദ്യമേ ലെവൽ ചെയ്യും ബോഡി, പിന്നെ അതിനുശേഷം അതിനകത്ത് ടിന്നർ ഇടും, പിന്നെ അതിനകത്ത് പുട്ടിയിടും, പിന്നെ അത് വണ്ടിയും നമ്മുടെ വീട്ടിലൊക്കെ പെയിന്റ് അടിക്കത്തില്ലേ അതേതൊക്കെ തന്നെയാണ് പെണ്ണുങ്ങളുടെ. ഇതെല്ലാം കൂടെ ചുരണ്ടി എടുത്ത 2 കിലോ കാണുമല്ലോ നിങ്ങളൊക്കെ മുഖത്തുനിന്ന്. ഇതൊക്കെ സിമ്പിൾ നാച്ചുറൽ ബ്യൂട്ടിയാണ് ഷീജ. വളരെ നാച്ചുറൽ ആയിട്ട്. എന്താ ഷേവ് ചെയ്യുമ്പോ പിന്നെ ആരെങ്കിലും സോപ്പിടാതെ ആരെങ്കിലും ഷേവ് ചെയ്യും? ഒന്നും അല്ല, ഞാനിട്ടത് ഷേവിങ് ഫോം ഇട്ടതിന് ശേഷം ഷേവ് ചെയ്തു, അതിനുശേഷം ഒരു ആഫ്റ്റർ ഷേവ് യൂസ് ചെയ്തു, പിന്നെ ഒരു ക്രീം കഴിഞ്ഞ്. ഇത് ശരി. ഞാനൊരു സൺ പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് അതൊക്കെ പോയിട്ട് നമ്മളുടെ ഒരു സുഹൃത്ത് കുറച്ച് പെർഫ്യൂംസ് കൊണ്ട് തന്നിട്ട് നീ എന്തെങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കിയോ? കുറെ പെർഫ്യൂം കൊണ്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചു നോക്കിയിട്ട് അതിന്റെ റിവ്യൂ കൊടുക്കണേന്ന് പറഞ്ഞത്. അവൾ ഇതേവരെ അത് ചെയ്തിട്ടില്ല. ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നില്ല, ഇറസ്പോൺസിബിൾ ഷീജയാണ്. ഇനി ഇനി കണ്ണെഴുതണം. കണ്ണെഴുതി പൊട്ടും തൊട്ട് നീ ഇതെവിടെ പോവാ? 2 മണിക്ക് എല്ലാം പറഞ്ഞതാ, മണി 2:30. ഇപ്പോഴും ഇവിടെ കണ്ണു എഴുതി പൊട്ടും തൊട്ടുകൊണ്ട് നിൽക്കുക. ചപ്പാത്തി മീൻകറി ഉണ്ടാക്കുന്ന എന്തിനാ? ഇന്നലെ കഴിച്ചിട്ടല്ലേ കിടന്നത്? ഇന്ന് ഡയറ്റ് ചെയ്യണമായിരുന്നു രാവിലെ. ഇതിനകത്ത് കണ്ണാടിക്കകത്ത് മൊത്തം ക്രീമാ, നല്ലൂസ് വാരി തേച്ചതായി ക്രീമൊക്കെ. കണ്ണെഴുതി എന്റെ കോൺസെൻട്രേഷൻ തെറ്റിച്ചു കണ്ടോ? അയ്യോ ഭയങ്കര കോൺസെൻട്രേഷൻ വേണമെന്ന പണിയാ ചെയ്യുന്നത്. അല്ല അടിപൊളി. ഇതൊക്കെ എന്ത് സംഭവം? എന്റെ വാപ്പ ഒരു പെയിന്റർ ആയത് കാരണം എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ വാപ്പമാര് പെയിന്റർമാരായിരിക്കണം അല്ലേ? വാപ്പ ചെയ്യുന്നത് കണ്ട് ഞാൻ പഠിച്ചതാണ്. ഇതോ ഐലാഷ് ഇടുന്നതോ? പാവം കണ്ടോ, ഈ മനുഷ്യൻ വന്ന് തന്നെ തെറ്റിച്ചു, കേറിപ്പോയി. അല്ലെങ്കിൽ അങ്ങ് കറക്റ്റാ. ഞാൻ വന്നതുകൊണ്ട് മാത്രം തെറ്റിപ്പോയൊരു ഷീജ, പാവം ഷീജ. ഇനി എന്താ മറന്നുപോയല്ലോ. ഞാൻ പെർഫ്യൂം എടുത്ത് അടിച്ചിട്ട് റിവ്യൂ കൊടുക്കുക. അതേതാ? അതിന്റെ പേരെന്തോ? സൂപ്പർ കൊറേ അടിച്ചു. ഇതെന്താ നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അടിച്ചിട്ട് മണം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതിയല്ലോ. ലോങ് ലാസ്റ്റിംഗ് ആണ്. പാർഡസ് നിമർ, ഇതാണ് പേര്. തല തിരിഞ്ഞാ ഞങ്ങളുടെ പേരെടുത്ത് കാണിച്ചു തരും. അപ്പൊ നിങ്ങൾ മസ്റ്റായിട്ട് ഈ പെർഫ്യൂം ഒന്ന് നിങ്ങൾ മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കട നമ്മൾ തന്നപ്പോ ഫുള്ളുണ്ടായിരുന്നു. ഞങ്ങൾ കുറെ ദിവസം കൊണ്ട് ഇത് നമുക്ക് കൊണ്ട് തന്ന ആളിന്റെ നമ്പർ നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കാം, ബയോയിൽ ഇട്ടേക്കാം. അവർ ഓൺലൈനും ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് സാധനം കിട്ടുന്നതാണ് വേണ്ടി വന്നു കഴിഞ്ഞാൽ. നല്ല സാധനമാണ്, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അടുത്തും നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറയാറുള്ളൂ. നമ്മുടെ ലേഡീസിന്റെ അല്ല, ഞങ്ങളുടെ ബോട്ടിൽ നമ്മൾ ആരുടെയും പൈസ ഒന്നും മേടിച്ചിട്ട് പറയുന്നതല്ല, നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതാണ്. അപ്പോൾ എന്തുവാ പോവുക, ഇറങ്ങുമല്ലേ? കഴിഞ്ഞോ? എനിക്കൊരു മോനുണ്ട്, അവൻ എടുത്തെല്ലാം അവൻ മേക്കപ്പ് ചെയ്യും. എന്നിട്ട് ഉമ്മായും മോനും കൂടെ മേക്കപ്പിങ് അല്ലൂസി. എന്തോ. അപ്പൊ എന്തായിരുന്നാലും നമുക്കിനി നമ്മൾ ഷാർജയിൽ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ.